ഗൈസ്, അപ്പോൾ എങ്ങനെ പോകണം നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ? ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഹാപ്പി ക്രിസ്മസ് നേരെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് പാർട്ടി മേക്കപ്പ് ലുക്കാണ്. ഒരു സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് എലഗൻ്റായിട്ട് തോന്നുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണുണ്ട്, അതുകൊണ്ട് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നെയിൽ ആർട്ടിനെ കുറിച്ച്. ഇതാണ് ഞാൻ ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇതിനെക്കുറിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പിലോട്ട് തുടങ്ങുകയാണ്. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. വിൻ്റർ സീസണാണ്, നന്നായിട്ട് മൊരിയൊക്കെ വരുന്ന ഒരു സ്കിൻ ടൈപ്പാണ് എൻ്റെത്. അപ്പോൾ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇത് നമ്മുടെ ന്യൂട്രിഡെർമ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ് കേട്ടോ. പിന്നെ ഈ ഒരു നെയിൽ ആർട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ കയ്യിൽ ഒരാഴ്ചയോളം വിത്തൗട്ട് എനി ബ്രേക്കേജ് ഇതെൻ്റെ കയ്യിൽ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനിത് റിമൂവ് ചെയ്ത് കളഞ്ഞത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്ന പാലറ്റാണ്. ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ബ്രൗൺ കളറിലെ ഒരു ഐ ഷാഡോ എടുത്തിട്ട് ഒരു ആംഗുലർ ബ്രഷിൻ്റെ ഹെൽപ്പിൽ ഞാനൊന്ന് ഫില്ലിങ് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ ബ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഈ ഐ ഷാഡോ കൊണ്ട് നന്നായിട്ട് ഫിനിഷിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു നാച്ചുറൽ ലുക്കാണ്, ഐബ്രോ പെൻസിലിനെക്കാട്ടി ഒരു നാച്ചുറൽ ലുക്കാണ് നമുക്ക് ഈ ഐ ഷാഡോ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ 2 ഐബ്രോസ് നന്നായിട്ട് ഫില്ലിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ഫൗണ്ടേഷനാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ഫ്ലോറീന ഫൗണ്ടേഷനാണ്. ഇതൊന്ന് സാഫ്രോൺ കൈൻഡ് ഓഫ് കളറാണ് ഇതിന്. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഒരുപാട് നല്ല റിവ്യൂ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിച്ചത്. എൻ്റെ ഫ്ലിപ്കാർട്ട് ഹോളിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ കവറേജ് ആണോ സ്മെല്ലാണോ എനിക്ക് തീരെ ഇഷ്ടമായില്ല. വല്ലാത്തൊരു പെട്ടെന്ന് ഡ്രൈ ആവും. ഈ ഡോട്ട് ചെയ്ത ഭാഗത്തൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങിയായിരുന്നു ഞാൻ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. നിങ്ങളൊരു ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മാച്ച് ആവും. പക്ഷേ എനിക്കൊരു കോമ്പിനേഷൻ ഒരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കിത് മാച്ച് ആയില്ല എന്ന് വേണം പറയാൻ. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. സാധാരണ എക്സ് ഫാക്ടർ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ ബ്ലൂ ഹെവൻ്റെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു തീരെ ഇഷ്ടമായില്ല. നെക്സ്റ്റ് ഞാൻ എൻ്റെ നോസ് ഒന്ന് കോണ്ടോർ ചെയ്യാണ്. നോസ് കോണ്ടോർ ചെയ്യാൻ ഞാനിവിടെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഒരുപാട് ഷാർപ്പായിട്ടല്ല, എന്നാൽ ലൈറ്റായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എൻ്റെ ഫിംഗേഴ്സ് വെച്ച് തന്നെ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി ഒരു ഷാർപ്പ് ലുക്ക് നമ്മുടെ നോസിന് കിട്ടും. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ കവിളും ചീക്ക് ബോൺസിൻ്റെ ആ ഒരു കോണ്ടോർ ചെയ്യുന്ന ഏരിയയൊക്കെ ഒന്ന് താഴത്തൊക്കെ ഒന്ന് കോണ്ടോർ ചെയ്യുകയാണ്. നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് അതേ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈവനായിട്ട് തോന്നും. അതിനുശേഷം ഞാൻ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് ഇതേപോലെ ഒരു ഫ്ലാറ്റ് ഒരു ഐ ബ്രഷ് എടുത്തിട്ട് ഞാൻ ഐലൈനർ ചെയ്യുന്ന പോലെ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്മജ്ഡ് ആയിട്ടുള്ള ഒരു ഐലൈനർ ലുക്കാണ് നമുക്ക്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നാച്ചുറലി ഒരു ഷാർപ്പ് ലൈനൊന്നും വരില്ല. നമ്മൾ ഐലൈനർ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരയ്ക്കും, അല്ലെങ്കിൽ ജെൽ ലൈനറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഡാർക്ക് ആൻഡ് ബോൾഡ് കളറല്ലേ. ഇതങ്ങനെ വരില്ല. നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾക്ക് ഐ ഷാഡോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വരച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വൈറ്റ് കാജലാണ്, അല്ലെങ്കിൽ വൈറ്റ് ഐ പെൻസിലാണ്. ഇത് ഗ്ലാം 21 എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഒരുപാട് പിഗ്മെൻറ്റഡ് അല്ല, എന്നാൽ കുറച്ച് ഷിമ്മറി കൈൻഡ് ഓഫ് കളർ തരുന്ന ഒരു വൈറ്റ് ഐ പെൻസിലാണ്. ഇങ്ങനെ ഐ പെൻസിലിൽ നമ്മൾ വാട്ടർ ലൈൻ എഴുതുവാണെങ്കിൽ നമ്മുടെ കണ്ണ് കുറച്ചുകൂടി തുറന്നിരിക്കും. എൻ്റെ ഓൾറെഡി ഒരു ഉണ്ടക്കണ്ണാണ്. നിങ്ങളിപ്പോൾ കുഞ്ഞു കണ്ണുള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രസമാണ്. അതിനുശേഷം ഞാൻ മസ്കാര യൂസ് ചെയ്യാണ്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് മസ്കാര അപ്ലൈ ചെയ്യാണ്. നമ്മുടെ താഴത്തെയും അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മൾ വൈറ്റ് ഐ പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴത്തെ ഐലാഷസിലൊക്കെ നന്നായിട്ട് വൈറ്റ് ഐ പെൻസിലിൻ്റെ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സെയിം ഐ പെൻസിലിൽ നിന്ന് ആ കളർ എടുത്തിട്ട് എൻ്റെ ഇന്നർ കോർണറും എൻ്റെ നമ്മുടെ ഐസിൻ്റെ മുകളിലുള്ള ആ ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ഇത് നൈക്കയുടെ മാറ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലാസ്റ്റിങ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ജാൻബി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.